അപ്പോൾ നിങ്ങളൊരു കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ്, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. ഈ ഒരു കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് എത്ര വർഷത്തെ കോഴ്സാണെന്ന് മനസ്സിലാക്കുന്നു, ഈ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പോസ്റ്റിങ്സ് വരുന്നുണ്ടോ, പോസ്റ്റിങ്സ് ഏതൊക്കെ വർഷങ്ങളിലാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് പോസ്റ്റിങ്സ് വരുന്നത്, ആഫ്റ്റർ ഓൾ ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ടോ, ഇൻറ്റേൺഷിപ്പ് നമുക്കൊരു കിട്ടുന്ന സമയത്ത് എന്തൊക്കെ ജോബാണ് ചെയ്യേണ്ടി വരിക, എന്തെല്ലാം മേഖലയിലായിരിക്കും നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ OT AT എന്ന് പറയുന്ന കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് അനസ്തേഷ്യ എന്ന് പറയുന്ന സൈഡും ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന വേറൊരു സൈഡും ഉണ്ട്. ഈ രണ്ട് സൈഡിലുള്ള ജോബുകൾ എന്തൊക്കെയാണ്, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ജോലിയാണ് നമുക്ക് ചെയ്യേണ്ടി വരിക എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ആ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ സെപ്പറേറ്റ് കോഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും എളുപ്പം, ഇപ്പോൾ ഒരു കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ അലൈഡ് കോഴ്സുകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അതിലേറ്റവും ബെറ്റർ എനിക്ക് ഏതാണ് എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല കാര്യം, നിങ്ങൾ എല്ലാ കോഴ്സുകളെ കുറിച്ചും മനസ്സിലാക്കുക, അതിൻ്റെ ജോലി സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ ജോബിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ നല്ല ജോലി സാധ്യതയുള്ളൊരു ഒരു കോഴ്സാണ് OT AT എന്നുണ്ടെങ്കിൽ നല്ല സാലറിയും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് രക്തം കാണുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് കാണുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോബ് ചൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് എടുത്തിട്ട് കാര്യമുണ്ടോ, നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇതുകൊണ്ടാണ് പറയുന്നത് ആ കോഴ്സിനെ കുറിച്ചും ആ കോഴ്സിൻ്റെ ജോബിനെ കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്.